നുണകൾ മാത്രം പടച്ചുവിടുന്ന ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ ഇന്നൊരു ക്യാപ്സൂളുണ്ട്. നെൽ കർഷകർക്കുള്ള താങ്ങുവില ഇനത്തിൽ കോടികൾ കേന്ദ്രത്തിന്റെ കുടിശ്ശികയുണ്ടത്രേ. എന്നാൽ എന്താണ് സത്യം? 2017 മുതൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചിട്ടില്ല. യഥാർത്ഥ കണക്കുകൾ പുറത്തുവന്നാൽ ഇതുവരെ കൈപ്പറ്റിയ തുകയിൽ നിന്ന് കേരളം കേന്ദ്രത്തിന് പണം മടക്കി നൽകേണ്ട സാഹചര്യമുണ്ടാകും. കോടികൾ കിട്ടാനുണ്ടെന്ന് വാദിക്കുന്ന സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതിന് രേഖകൾ ഹാജരാക്കാത്തതും ഇക്കാരണം കൊണ്ടുതന്നെ. നെൽ കർഷകരോടുള്ള LDF സർക്കാരിന്റെ ദ്രോഹം അവിടെയും തീരുന്നില്ല. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന് കർഷകരുടെ പേരിൽ തന്നെ വായ്പയെടുത്താണ് സംസ്ഥാനം പണം നൽകുന്നത്. ഇതിന്റെ തിരിച്ചടവ് സർക്കാരിന്റെ ഉത്തരവാദിത്തം ആണെങ്കിലും പലപ്പോഴും അത് നിറവേറ്റാതിരിക്കുകയും തത്ഫലമായി കർഷകന്റെ സിബിൽ സ്കോർ താഴെ പോകുകയും പുതിയ കൃഷി ഇറക്കുവാനും മറ്റാവശ്യങ്ങൾക്കും വായ്പയെടുക്കുവാൻ ശ്രമിക്കുന്ന കർഷകന് ലോൺ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഇത് മാറുന്നു. താങ്ങുവിലയുടെ കാര്യത്തിലും LDF സർക്കാർ നെൽ കർഷകരെ ചതിച്ചു. കേന്ദ്രം താങ്ങുവില കൂട്ടുന്നതിനനുസരിച്ച് സംസ്ഥാനം തങ്ങളുടെ വിഹിതം കുറച്ചായിരുന്നു പിണറായി സർക്കാർ കർഷക സ്നേഹം പ്രകടിപ്പിച്ചത്. PM കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതികളിലൂടെ മോദി സർക്കാർ കർഷകരെ ചേർത്ത് പിടിക്കുമ്പോൾ കർഷക ദ്രോഹ സമീപനങ്ങൾ മുഖമുദ്രയാക്കുകയാണ് പിണറായി സർക്കാർ.